ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തരാതിരിക്കാൻ തക്കവണ്ണം ദൈവം അത്രയും ക്രൂരനായിട്ടുള്ള ആളൊന്നുമല്ല. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രപഞ്ചം നമുക്ക് അനുവദിച്ച് നൽകുക തന്നെ ചെയ്യും. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്ന മിക്സഡ് സിഗ്നലുകളാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വൈകുന്നതിന് കാരണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പ്രപഞ്ചവുമായി സംസാരിക്കുവാനുള്ള, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള 5 നിയമങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ 5 നിയമങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ടുള്ള സംസാരത്തിൽ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ വേഗം സാധിക്കുക തന്നെ ചെയ്യും. ഇതിൽ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഇമോഷണൽ ഹോണസ്റ്റി എന്നുള്ളതാണ്. അതായത് പ്രപഞ്ചത്തിന് ഈ വേർഡ്സ് കൊടുത്തത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വേർഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാക്കുകൾ എന്ന് പറയുന്നത് ഒരു മീഡിയം മാത്രമാണ്. ഒരു കാര്യം നമുക്ക് അവതരിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? വേർഡ്സ് വേണം. ഇനിയിപ്പം നമുക്കൊരാളോട് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് വേർഡ്സ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് കൊണ്ടോ നമ്മൾ എന്താണോ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? അപ്പോൾ വേർഡ്സിന് വലിയ പ്രസക്തി അവിടെ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാലും വേർഡ്സ് ഒരു പരിധി വരെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്നത് പോലെ തന്നെ പ്രപഞ്ചവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഫീലിങ്സ് ആണ്. എന്താണോ നമ്മൾ ഫീൽ ചെയ്യുന്നത് അതിലാണ് കാര്യം. പോസിറ്റീവ് വാക്കുകൾ പറയണമെന്ന് നമ്മൾ പറയുന്നുണ്ട്, ശരി തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ തന്നെ നമ്മൾ പറയണം. പക്ഷേ ആ പോസിറ്റീവ് വാക്കുകൾ പറയുമ്പോൾ ഏത് രീതിയിലുള്ള ഇമോഷനാണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതിലാണ് കാര്യം. സമ്പത്തും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു, നല്ലൊരു പോസിറ്റീവ് വാക്കാണ്. നെഗറ്റീവായിട്ട് ഒന്നും തന്നെ അതിലില്ല. ഇതിനിപ്പോൾ ഒരു 1000കണക്കിന് പ്രാവശ്യം പറഞ്ഞാലും, അല്ലെങ്കിൽ ഞാൻ കോടീശ്വരനാണ്, ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ഞാൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റികളുള്ള ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതിലാണ് കാര്യമിരിക്കുന്നത്, അല്ലെ? ഇമോഷണൽ ഹോണസ്റ്റി എന്ന് പറയും. നമുക്ക് മറ്റുള്ളവരോട് കള്ളങ്ങൾ പറയുവാൻ കഴിയും, പക്ഷേ നമുക്ക് സ്വയം കള്ളം പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ നമ്മൾ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എത്രത്തോളം ഫീൽ കൊടുത്താണ് അത് പറയുന്നത് എന്നുള്ളതിലാണ് കാര്യം. വേർഡ്സിന് അവിടെ പ്രാധാന്യമില്ല. സമ്പന്നനാണ് അല്ലെങ്കിൽ കോടീശ്വരനാണ് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എൻ്റെ മനസ്സിൽ ഞാൻ ഫീൽ ചെയ്യുമ്പോൾ അവിടെയാണ് ഇമോഷണലി ഒരു ഹോണസ്റ്റബിൾ ആയിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. അപ്പോൾ ഫീൽ ചെയ്യുന്നതിലാണ് പ്രാധാന്യം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഫീൽ ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫസ്റ്റ്, ഡിസയർ ലേറ്റർ. എന്താണോ നമ്മുടെ ഐഡന്റിറ്റി അതാണ് ആദ്യം നമുക്കുണ്ടാകേണ്ടത്. ഡിസയർ എന്ന് പറയുന്നത്, ആഗ്രഹം എന്ന് പറയുന്നത് രണ്ടാമത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മെജോറിറ്റി ആളുകളുടെയും ഒരു ബ്രെയിൻ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണെന്നോ, എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ, അതായത് ഔട്ടർ വേൾഡിൽ സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടാകും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു പാറ്റേൺ അല്ല നമുക്ക് വേണ്ടത്. എന്താണോ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഐഡന്റിറ്റി, നമ്മൾ എന്താണ് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഔട്ടർ വേൾഡിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷമാണ് നമ്മൾ സൃഷ്ടിക്കുന്നതെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മുടെ ഔട്ടർ വേൾഡിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പിന്നീട് അതിലേക്ക് വരികയുള്ളൂ. നമ്മൾ പിന്നെ സെർച്ച് ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് നമ്മൾ എന്താണോ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് അതിന് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ആകാം, ഈ ചാനൽ ചർച്ചകളായിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. ആ സെർച്ചിങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ എല്ലാ ദിവസവും പ്രത്യേകിച്ച് സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരും. എന്നാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പിന്നീട് നമുക്ക് ആ യൂട്യൂബിൽ കാണുവാൻ കഴിയുന്നത്. ഇതേപോലുള്ള അവസ്ഥ തന്നെയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ എന്താണോ മനസ്സ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്, ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു വ്യക്തി ദാരിദ്ര്യത്തെ സൃഷ്ടിക്കുന്നു, അല്ലേ? സമ്പത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി സമ്പത്തിനെ സൃഷ്ടിക്കുന്നു. അത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ സൃഷ്ടിക്കുന്നത് അതിനെ മാത്രമേ നമ്മുടെ ഡിസയർ ആക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. മനസ്സുകൊണ്ട് ആദ്യം നമ്മൾ അംഗീകരിക്കുക. നമ്മൾ എന്തായി തീരണം എന്നുള്ളത് മനസ്സുകൊണ്ട് നമ്മളൊന്ന് അംഗീകരിച്ച് നോക്കുക. നമ്മുടെ ബ്രെയിൻ കൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മളൊന്ന് അംഗീകരിച്ച് നോക്കുകയെ അതിനെ നമുക്ക് നമ്മുടെ ബാഹ്യ ലോകത്ത് അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ്റെ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്. എന്താണോ നമുക്ക് ആയി തീരേണ്ടത് നമ്മൾ ഇപ്പോഴേ ആകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു വ്യക്തിയായി നമ്മൾ നമ്മളെ തന്നെ കണ്ടുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ നിയമം ഇതാണ്.
മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയാണ് ഡിറ്റാച്ച്മെൻറ്റ്. അതായത് നമ്മളെപ്പോഴും ഈ പ്രാർത്ഥിക്കുക എന്നുള്ളതിലുപരി ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതായത് ഈ അറ്റാച്ച്മെൻറ്റിലേക്ക് പോകും തോറും ഈ സംഭവം ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടേയിരിക്കും, അത് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ ചെയ്തു, പ്രാർത്ഥിക്കേണ്ടത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഡിറ്റാച്ച് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കുട്ടിയോട് പറയുകയാണ്, ഈ ആനുവൽ എക്സാമിന് നീ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിനക്ക് ഞാനൊരു ബൈക്ക് വാങ്ങിത്തരും, അല്ലെങ്കിൽ ഒരു സൈക്കിൾ വാങ്ങിത്തരും, അല്ലെങ്കിൽ ഒരു 4 വീലർ വാങ്ങിത്തരും എന്ന് നമ്മുടെ കുട്ടികളോട് പറയുമ്പോൾ അവർക്ക് ആ സൈക്കിൾ കിട്ടിയിട്ട് മാത്രമേ അവർ സന്തോഷിക്കൂ, അങ്ങനെയില്ല. അല്ലെങ്കിൽ അവർക്ക് ആ ബൈക്ക് കിട്ടിയതിന് ശേഷമേ അവർ സന്തോഷിക്കൂ, അങ്ങനെയൊന്നുമില്ല. പിന്നെന്താണ്, അവർ ഇപ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങും. എന്താണ്, ആ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ആ 4 വീലർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യും. ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഔട്ടിങ്ങിന് പോകും, ടൂറിന് പോകും, അല്ലെങ്കിൽ ബൈക്കിന് പിറകിൽ സ്വന്തം പ്രണയിനിയുമായിട്ട് കറങ്ങുന്നത് അങ്ങോട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. എന്തു തന്നെ ആവട്ടെ, അത് കിട്ടിക്കഴിയുമ്പോഴുള്ള ആ സന്തോഷം, അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമോ അതിലേക്ക് ആ വ്യക്തി കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ തുടങ്ങും. ശരിയല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ സൈക്കിൾ കയ്യിൽ കിട്ടിയോ, ബൈക്ക് അദ്ദേഹത്തിന് ആ കുട്ടിയുടെ കയ്യിൽ കിട്ടിയോ? ഒരിക്കലുമില്ല. പക്ഷേ ആ ഒരു വാക്ക് കൊടുത്തപ്പോൾ തന്നെ ആ കുട്ടിക്ക് സന്തോഷമാവുകയാണ്. കാരണം എന്താണ്, അതിൻ്റെ പിതാവിൽ ആ കുട്ടി വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ മാതാവിൽ ആ കുട്ടി വിശ്വസിക്കുന്നു, അല്ലേ? ഇനിയും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇന്ന സാധനം നമ്മുടെ കയ്യിലേക്ക് വരുമെന്ന് ആ കുട്ടി അങ്ങ് വിശ്വസിക്കുകയാണ്. ഇതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നാലാമത്തെ നിയമം എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ആക്ഷൻ. പലപ്പോഴും നമ്മളിൽ സംഭവിക്കുന്ന ഈ ഫോഴ്സ്ഡ് ആക്ഷൻസ് ആണ്, അല്ലേ? അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. നമ്മുടെ ആക്ഷൻ ഇൻസ്പയർഡ് ആയിരിക്കണം. അതായത് ഓരോ ദിവസവും നമുക്ക് വേണ്ട ആഗ്രഹം എന്താണോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അല്ലെ, അതുമായി ബന്ധപ്പെട്ടതായിരിക്കണം, അതുമായിട്ട് അലൈൻഡ് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഫോഴ്സ്ഡ് ആക്ഷൻ ആകാതിരിക്കാൻ ശ്രമിക്കുക. എന്താണ് ഈ ഇൻസ്പയർഡ് ആക്ഷൻ? എൻ്റെ അഭിപ്രായത്തിൽ ഈ കഠിനാധ്വാനം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിൽ, ഇപ്പം പാടവരമ്പത്ത് ക്രിക്കറ്റ് കളിക്കുകയും ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. കത്തുന്ന വെയിലത്ത്, അല്ലെ, തീ പൊരിയുന്ന ആ വെയിലത്ത് നമ്മൾ എന്തുമാത്രം കിടന്ന് കളിച്ചിട്ടുണ്ട്. ഒരു വൃക്ഷത്തിന് തണൽ പോലും ഇല്ലാതെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയും ഫുട്ബോൾ കളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വെയിലിനെ ഒന്നും നമ്മൾ വകവയ്ക്കാറില്ല, ചൂടിനെ വകവയ്ക്കാറില്ല, നമുക്ക് ക്ഷീണം തോന്നാറില്ല. ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വെള്ളം കുടിച്ചില്ലെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കുവാൻ നമുക്ക് എന്തൊരു ഉത്സാഹമാണ്. പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക്, കുട്ടികൾ ഈ കത്തുന്ന വെയിലത്ത് കിടന്ന് എന്തായി കാണിക്കുന്നത്, അല്ലേ? പക്ഷെ നമുക്കത് ക്ഷീണമാകാറുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് കഠിനാധ്വാനമാകാറുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? അതിനോടുള്ള ആഗ്രഹം, ഇൻസ്പിരേഷൻ, ഉള്ളിൽ നിന്ന് വരുന്ന ആ കളി ജയിക്കണം, അല്ലെങ്കിൽ ആ കളിയിൽ മികച്ചവനാകണം, അല്ലെ, എന്നുള്ള ആ താല്പര്യത്തെ മുൻനിർത്തിയാണ് അവർ ആ ഗെയിം കളിക്കുന്നതെങ്കിൽ എന്താണ്, ഇൻസ്പയർഡ് ആക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്, ഫോഴ്സ്ഡ് ആക്ഷൻ അല്ല. ഇതേ കാര്യം തന്നെ നമ്മുടെ എന്താ പറയുക, നമുക്ക് വേണ്ട കാര്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലോ അതും ഒരിക്കലും ഫോഴ്സ്ഡ് ആക്ഷൻ അല്ല. ഇപ്പം തോമസ് ആൽവ എഡിസൺ 2-3 ദിവസങ്ങളൊക്കെ കൂടി ഇരുന്നിട്ടൊക്കെയാണ് ഭക്ഷണം പോലും കഴിക്കുന്നത്. അദ്ദേഹം എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൽ മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്ത് അത് വിജയിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഠിനാധ്വാനമാണ് അദ്ദേഹം ചെയ്തതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് കഠിനാധ്വാനമല്ല, ഇൻസ്പയർഡ് ആക്ഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ഇൻസ്പയർഡ് ആക്ഷൻസ് നമ്മൾ ഓരോ ദിവസവും എടുക്കാനായിട്ട് തയ്യാറാവുക. ഇതാണ് നാലാമത്തെ നിയമം. എന്താണ്? ഇൻസ്പയർഡ് ആക്ഷൻസ്. ഇനി അവസാനത്തെ 5ാമത്തെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയിങ് ഫേസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ സൈലൻസിൽ നിൽക്കുക, സൈലന്റ് ആവുക, നിശബ്ദമാവുക ആഫ്റ്റർ പ്രയർ, അല്ലെ, സൈലൻസ് ആഫ്റ്റർ പ്രയർ. പ്രാർത്ഥിച്ചതിന് ശേഷം, അതുപോലെ പ്രവർത്തിച്ചതിന് ശേഷം സൈലൻസിലേക്ക് പോവുക, നിശബ്ദമായിട്ട് ഒബ്സർവ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, എന്താണ് സംഭവിക്കാത്തത്, ഇങ്ങനെ നോക്കി ആകാംക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക, സെൽഫ് ഡൗട്ട് അടിക്കുക, അല്ലേ? ആ രീതിയിൽ ഇങ്ങനെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവാതെ, ഇറിറ്റേറ്റഡ് ആവാതെ ഒറ്റ കാര്യം ചെയ്യുക, സൈലൻസ്. സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട സമയത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് കിട്ടേണ്ട അതേ സമയത്ത് തന്നെ അത് കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് എടുത്തു പോവുക, പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കുക, തീവ്രമായി ആഗ്രഹിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക, അതായി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുക. തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചിരിക്കും? അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഗൈഡ് ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ കോഴ്സിലൂടെ നിങ്ങൾക്ക് കഴിയുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു.